ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അടിക്കടി ഉണ്ടാകുന്ന ബസ് അപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് മുനിസിപ്പൽ ഭരണാധികാരികൾ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൌൺസിലിൽ ഇറങ്ങിപ്പോക്ക് നടത്തി. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, പ്രതിപക്ഷ നേതാവ് രാധാകൃഷ്ണൻ മാസ്റ്റർ, PV ശിവകുമാർ, PV വിൻസെന്റ്, അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ പങ്കെടുത്തു. ബസ് അപകടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ഭരണപക്ഷവും സംസ്ഥാന സർക്കാരിനെ പഴിചാരി മുനിസിപ്പാലിറ്റി സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷവും പരസ്പരം ആരോപിച്ചു. ഏറെ വാഗ്വാദങ്ങൾക്ക് ശേഷം മുനിസിപ്പൽ ഭരണ നേതൃത്വം അവലംബിക്കുന്ന നിഷേധാത്മക സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ കൌൺസിൽ വിട്ടിറങ്ങുകയാണെന്ന് അഡ്വക്കേറ്റ് KR വിജയ പറഞ്ഞു. ഞങ്ങൾ പല കൌൺസിൽ യോഗങ്ങളിലും അവിടെ ഓരോ ഘട്ടത്തിലും അപകടങ്ങൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, ബസ് സ്റ്റാൻഡിൽ അമിത വേഗതയിൽ കടന്നു വരുന്ന വണ്ടികൾ ഒരു ഹമ്പോട്ട് മാത്രം കൺട്രോൾ ചെയ്ത് വരുന്നില്ല. ഏത് ദിശയിലേക്ക് പോകുന്ന വണ്ടികളെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ജനം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചത് ഒരു കാര്യം. എന്നാൽ ഇനിയും സ്ഥാപിച്ചു കഴിഞ്ഞു. ആ ബോർഡുകൾ ഞാൻ കയ്യോടെ പറഞ്ഞതിനെ മറന്നുപോയി. കാര്യം പറഞ്ഞതാണ്. ഒന്ന്, ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പണ്ട് അതിനകത്ത് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. എൻട്രൻസിൽ കൂടെ തന്നെയാണ് എൻട്രിയും എക്സിറ്റും നടന്നിരുന്നത്. നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനങ്ങൾ മാറ്റി എൻട്രൻസ് ആ വഴി കൂടി, എക്സിറ്റ് മാത്രമേ വഴി കൂടി തീരുമാനിച്ചു. അപ്പോൾ വാഹനങ്ങൾ പോകുന്നതിനെ കുറിച്ച് കൺഫ്യൂഷൻ ആളുകൾക്കില്ല. അതിനുശേഷമാണ് പുറപ്പെടേണ്ട സ്ഥലം, എവിടേക്ക് പുറപ്പെടുന്ന വണ്ടി എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്റെ ബാബുവിനൊക്കെ ഇതിനൊക്കെ നമ്മള് തീരുമാനിച്ച പോലെ അതിൽ പറഞ്ഞില്ലേ പരിധി